ഉടുമ്പൻചോലയിൽ പിതാവിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ പ്രതിയെ 10 വർഷത്തിന് ശേഷം പിടികൂടി. പാറത്തോട് ശിങ്കാരിക്കണ്ടം ആനന്ദരാജിനെയാണ് ഉടുമ്പൻചോല പോലീസ് പിടികൂടിയത്. ഈ വർഷം ഫെബ്രുവരിയിൽ അയൽവാസിയെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച മറ്റൊരു കേസിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ 2018 സ്ത്രീയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. 2015 പിതാവായ കറുപ്പയ്യയെ ആനന്ദരാജ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിലിലായ പ്രതിക്ക് തൊടുപുഴ കോടതി പിന്നീട് ജാമ്യം നൽകിയിരുന്നു. ജാമ്യത്തിലിറങ്ങിയ പ്രതി പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്ന പ്രതി കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം വീണ്ടും തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതായിരുന്നു രീതി. 2018 സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷവും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു. നെടുങ്കണ്ടം, ശാന്തൻപാറ, ഉടുമ്പൻചോല, രാജാക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ സ്ഥലത്തു നിന്നും മുങ്ങുകയാണ് പതിവ്. ഈ ഫെബ്രുവരിയിൽ പാറത്തോട്ടിലെത്തിയ പ്രതി അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. ഉടുമ്പൻചോല പോലീസ് ഈ കേസിലുള്ള അന്വേഷണം മാസങ്ങളായി നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മധുരയ്ക്ക് സമീപം പ്രതി ഉണ്ടെന്നറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. മധുര കല്ലുവെട്ടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പാറത്തോട് ശിങ്കാരിക്കണ്ട ഭാഗത്ത് വെച്ച് ഈശ്വരൻ എന്ന അയാളുടെ വീട്ടിൽ കയറി ഉപദ്രവിക്കുകയും ദേഹോദ്രവം ചെയ്ത ശേഷം തമിഴ്നാട്ടിൽ പോയി ഒളിവിൽ കഴിയായിരുന്നു. ഇന്നലെ തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് അന്വേഷിച്ച് കണ്ടെത്തി എന്നിവരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്ത് പുള്ളി കുറ്റം സമ്മതിക്കാതെ പ്രതി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ കത്തിയെടുത്ത് ഈശ്വരൻ എന്നയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ പിതാവിനെ കൊന്ന കേസിലെ പ്രതിയാണ് 2018 പാറത്തോട് ശിങ്കാരിക്കണ്ട ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന്റെ പിതാവ് കറുപ്പയ്യ എന്നയാളിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും നിലവിൽ അതിലെ ഒളിവിലാണ്. കോടതിയിൽ ഹാജരാകാതെ നിലവിൽ വാറണ്ടുണ്ട്. അദ്ദേഹം ഒളിവിലായിരുന്നു. ആ കേസിന്റെ വിചാരണ നടക്കുകയാണ്. കേസിലെ കോടതിയിൽ ഹാജരാകാതെ ഒളിവിലായിരുന്നു. നിലവിൽ കേസ് വേറെ മറ്റു 2-3 കേസുകൾ കൂടിയുണ്ട്. അതിൽ ഒളിവിൽ കഴിയുക ഇന്നലെ പ്രതിയെ മധുരയിൽ വെച്ച് പിടികൂടിയായിരുന്നു. ഇന്ന് പ്രതിയെ പാറത്തോട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അയൽവാസിയെ അപായപ്പെടുത്തുവാൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീടിന്റെ പിൻഭാഗത്തു നിന്നും കണ്ടെടുത്തു. പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.